KCET എക്സാം 2024-23 എക്സാമുകളിൽ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ഈ രണ്ട് എക്സാമുകൾക്ക് വേണ്ടിയിട്ട്, അതായത് 2024 റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ളത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് 2024 എക്സാമിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ചെറിയ ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നിങ്ങൾക്കറിയാം ചെറിയ ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ അത് പഠിച്ചാൽ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലീഗലൈസ്ഡ് MTP വിത്ത് സം സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഇൻ ദ ഇയർ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ ഗവൺമെന്റ് MTP ലീഗലൈസ് ചെയ്തതെന്നാണ്. എന്താണ് MTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? MTPന്റെ ഫുൾ ഫോം ആണ് എന്ത്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. MTPന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലീഗലൈസ്ഡ് MTP വിത്ത് സം സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MTP ലീഗലൈസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, MTP ലീഗലൈസ് ചെയ്ത്, അതായത് അബോർഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലീഗലൈസ് ചെയ്ത വർഷമാണിത് 1971. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി 1971. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. The process in which a small part of the vas deferens is removed or tied up through a small incision is called. Okay, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബർത്ത് കൺട്രോൾ മെത്തേഡ്സിൽ നമ്മൾ പറയുന്ന ഒരു മെത്തേഡാണെന്ത്? സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് എന്നൊക്കെ വിളിക്കും. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് എന്നൊക്കെ വിളിക്കും. സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സർജിക്കൽ മെത്തേഡ്സ്. ഓക്കെ, അതിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? സർജിക്കൽ മെത്തേഡ്. അപ്പോൾ സർജിക്കൽ മെത്തേഡ് ആണിനും പെണ്ണിനൊക്കെ ചെയ്യാൻ പറ്റും. സർജറി നടത്തിയിട്ട് കുട്ടികളില്ലാതെ ഇരിക്കുന്ന കണ്ടീഷൻ ആക്കുക. ഓക്കെ, അതിൽ മെയിൽസിൽ ചെയ്യുന്ന ടെക്നിക്കിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വാസെക്ടമി. എന്താ വിളിക്കുക? വാസെക്ടമി. ഓക്കെ, ഫീമെയിൽസിൽ ചെയ്യുന്ന ടെക്നിക്കിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫീമെയിൽസിൽ ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ട്യൂബെക്ടമി. എന്താ വിളിക്കുക? ട്യൂബെക്ടമി. നോക്കിങ്ങൾ, ടോമി എന്നൊക്കെ പറഞ്ഞാൽ കട്ട് ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, വാസെക്ടമിയിൽ എന്താ കട്ട് ചെയ്യാന്നറിയോ? വാസ് ഡിഫറൻസ് ഈസ് കട്ട്. ഓക്കെ, മെയിൽസിലെ ആക്സസറി ഡക്റ്റ് ആണെന്ത്? വാസ് ഡിഫറൻസ്. എന്നാൽ ട്യൂബെക്ടമിയിലോ? ഫലോപ്പിയൻ ട്യൂബ് ഈസ് കട്ട്. ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ്ലി ടൈ ചെയ്യും. അപ്പോൾ വാസ് ഡിഫറൻസ് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ്ലി ടൈ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? വാസെക്ടമി. ഓക്കെ, അപ്പോൾ ആ വാസെക്ടമി എന്നാണ് എന്ത് ചെയ്യുക? അതിൻ്റെ ഓപ്ഷൻ വരിക. അത് പ്രോസസ് ഇൻ വിച്ച് എ സ്മോൾ പാർട്ട് ഓഫ് ദി വാസ് ഡിഫറൻസ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ. ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നു. അതിന് നമ്മൾ വാസെക്ടമി എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി ആണ്, വാസെക്ടമി എന്നാണ് വരിക. ഓക്കെ, ഇതാണ് 2024 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് 2023 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചെറിയ ചാപ്റ്ററാണ്, അതിന് ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയ ചാപ്റ്റർ പഠിച്ചാൽ 3 ക്വസ്റ്റ്യനൊക്കെ കിട്ടുക. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അബ്രീവേറ്റഡ് ആസ് സിഫ്റ്റ്. അതായത് ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അവിടെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം പറയുന്നുണ്ട്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് നമ്മൾ ഫെർട്ടിലൈസേഷൻ നടത്തിയിട്ട് എംബ്രിയോ ഉണ്ടായിട്ട് അത് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു സംഭവമാണ് എന്ത്? സിഫ്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് സിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്താണെന്നോ? ഓക്കെ, സിഫ്റ്റിൻ്റെ ഫുൾ ഫോം ആണെന്ത്? സിഫ്റ്റിൻ്റെ ഫുൾ ഫോം ആണ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അതാണ് എന്തിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? സിഫ്റ്റിൻ്റെ ഫുൾ ഫോം സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. സിഫ്റ്റിൻ്റെ ഫുൾ ഫോം ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആൻ എക്സാമ്പിൾ ഫോർ ഹോർമോൺ റിലീസിങ് IUD. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? IUD എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്ടറിൻ ഡിവൈസസ് ആണ്. ഓക്കെ, IUDs 3 ടൈപ്പ് ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUD ഉണ്ട്, കോപ്പർ റിലീസിങ് IUD ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUD ഉണ്ട്. ഓക്കെ, അതിൽ ഹോർമോൺ റിലീസിങ് IUD, പ്രൊജസ്റ്റോൺ ഹോർമോൺ ഒക്കെ റിലീസ് ചെയ്യുന്ന IUD ആണ്. ഓക്കെ, ഹോർമോൺ റിലീസിങ് IUD. ഓക്കെ, ഹോർമോൺ റിലീസിങ് IUDക്ക് 2 എക്സാമ്പിൾ ആണുള്ളത്. ഏതൊക്കെയാണ് 2 എക്സാമ്പിൾ? നിങ്ങൾക്കറിയാം. ഒന്നാണ് LNG-20, രണ്ടാമത്തതോ പ്രൊജസ്റ്റാസെർട്ട്. ഈ 2 IUDകളാണ് എന്തെന്ന് പറയുന്നത്? ഹോർമോൺ റിലീസിങ് IUD. അപ്പോൾ ഇതിൽ എന്ത് ഓപ്ഷൻ ഉണ്ട്? LNG-20 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷനാണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് എന്ത്? LNG-20. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, MTPs ആർ കൺസിഡർഡ് റിലേറ്റീവ്ലി സേഫ് ഡ്യൂറിങ്. MTPs എപ്പോൾ നടത്തണമാണ് സേഫ്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, 24 വീക്സ് ഓഫ് പ്രഗ്നൻസി, 180 ഡേയ്സ് ഓഫ് പ്രഗ്നൻസി. ഓക്കെ, അതായത് MTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോർഷനാണ്. അബോർഷൻ എപ്പോൾ നടത്തണമാണ് സേഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MTPs ആർ സേഫ് ഡ്യൂറിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ആദ്യത്തെ 3 മാസത്തിൻ്റെ ഉള്ളിൽ അബോർഷൻ നടത്തണമാണ് എപ്പോഴും എന്തെന്ന് പറയുന്നത്? സേഫ് എന്ന് പറയുന്നത്. ഓക്കെ, MTPs ആർ സേഫ് ഡ്യൂറിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നടക്കൂല എന്നല്ല, പക്ഷേ സെക്കൻഡ് ട്രൈമസ്റ്റർ MTP ഒന്നും കൂടി എന്താണ്? MTPs ആർ റിസ്ക് ആണ്.
ഓക്കെ. അപ്പോൾ MTPs എപ്പോഴും സേഫ് എപ്പോഴാണ്? ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. ഓക്കെ. അപ്പോൾ MTPs ആർ കൺസിഡർഡ് റിലേറ്റീവ്ലി സേഫ് ഡ്യൂറിങ്. ഓക്കെ. എപ്പോഴാണ് അതിൻ്റെ ഓപ്ഷൻ വരിക? ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നാണ് കേട്ടോ ഓപ്ഷൻ വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? 3 ക്വസ്റ്റ്യൻസ് ആണ് 2023 എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ചെറിയൊരു ചാപ്റ്റർ ആണ് എന്ത്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? 2, 3, 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താണ്ട് ഈ ഒരു ചെറിയ ചാപ്റ്റർ നിങ്ങൾ കാണുക. നല്ല രീതിക്ക് ഈ ഒരു ചെറിയ ചാപ്റ്റർ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്.